അടുത്തതായിട്ട് നമുക്ക് എന്താണ് ഇൻഡന്റേഷൻ എന്ന് നോക്കാം. വാട്ട് ഇസ് ഇൻഡന്റേഷൻ? Indentation refers to the spaces at the beginning of a line of code. In Python, indentation is not optional. It's used to define blocks of code like inside loops, if statement, functions, etc. Okay. അപ്പോൾ ഈ ഇൻഡന്റേഷൻ എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ കോഡ് ചെയ്യുന്ന ടൈമിൽ ചില കോഡിന്റെയൊക്കെ ബിഗിനിങ്ങിലായിട്ട് ഒരു ചെറിയൊരു സ്പേസിങ് കാണാം. ഓക്കെ, സ്പേസിങ്. ആ സ്പേസിങ്ങിനെയാണ് നമ്മൾ ഇൻഡന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇൻഡന്റേഷൻ എന്ന് വെച്ചാൽ ഇവിടെ ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു സാധനമല്ല. അതായത് ഇപ്പോ കുറച്ചുകൂടി മനസ്സിലാക്കാൻ എളുപ്പത്തിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്കൊരു മെയിൻ ലൈൻ ഓഫ് കോഡ് ഉണ്ടെന്ന് കരുതുക. ആ മെയിൻ ലൈൻ ഓഫ് കോഡിന്റെ അകത്തായിട്ട് കുറച്ച് സബ് ആയിട്ടുള്ള കോഡുകൾ വരണം. ഒരു ബ്ലോക്ക് ഓഫ് കോഡ്, ഒരു സബ് കോഡായിട്ട് ഒരു ബ്ലോക്ക് ഓഫ് കോഡ് തന്നെ ഉണ്ട്. അപ്പോൾ അത് സബ് കോഡാണ് എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇൻഡന്റേഷൻ കൊടുത്താലേ വർക്ക് ആവുള്ളൂ. ഓക്കെ, മെയിൻ ലൈൻ ഓഫ് കോഡ് കൊടുത്തിട്ട് പിന്നെ അതിന്റെ താഴെയായിട്ട് ഈ ഒരു ചെറിയ സ്പേസിങ്, അതായത് നമ്മുടെ ഇൻഡന്റേഷൻ കൊടുത്ത് ഡിനോട്ട് ചെയ്യും. അടുത്തതൊക്കെ ഇതിനകത്ത് വരുന്ന ബ്ലോക്ക് ഓഫ് കോഡാണ് എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിവിടെ ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അത് കറക്റ്റ് ആയിട്ട് കൊടുത്തില്ലെങ്കിൽ കോഡ് തെറ്റും. ഓക്കെ, ഇത് മെയിൻ ആയിട്ട് നമ്മൾ ലൂപ്പ്, സ്റ്റേറ്റ്മെന്റ്, കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ്, ഫങ്ഷൻസ് അതൊക്കെ യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ഇൻഡന്റേഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ വൈ ഇസ് ഇൻഡന്റേഷൻ ഇമ്പോർട്ടൻറ്റ്? Unlike other programming languages that use curly braces, Python uses indentation to group code. ഇപ്പൊ ചില പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലൊക്കെ കേർലി ബ്രേസസ് ഇട്ടിട്ടാണ് ഈ ഒരു ബ്ലോക്ക് അല്ലെങ്കിൽ ഗ്രൂപ്പ് ചെയ്തെടുക്കുന്നത് കേട്ടോ, സബ് കോഡുകൾ. പക്ഷെ ഇവിടെ നമുക്ക് ഈ ഇൻഡന്റേഷൻ ആണ് ഉള്ളത്. കേർലി ബ്രേസസിലൊന്നും അത് വർക്ക് ആവില്ല കേട്ടോ. ഇൻഡന്റേഷൻ വെച്ചിട്ടാണ് ഓക്കെ ഇതൊക്കെ ഈ ബ്ലോക്ക് ഓഫ് കോഡ് മറ്റേ ആ മെയിൻ കോഡിനകത്ത് വരുന്നതാണ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത് ഇൻഡന്റേഷൻ യൂസ് ചെയ്തിട്ടാണ്. ഇഫ് ഇൻഡന്റേഷൻ ഇസ് ഇൻകറക്റ്റ്, Python will show an error and stop running. Incorrect ആണെങ്കിൽ അത് എറർ കാണിച്ച് റൺ ചെയ്യില്ല. ഓക്കെ, റൂൾസ് ഓഫ് ഇൻഡന്റേഷൻ. അപ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള സ്പേസിംഗ് യൂസ് ചെയ്യുക. യൂസ് കൺസിസ്റ്റന്റ് സ്പേസിംഗ്. എയ്തർ 4 സ്പേസസ് ഓർ എ ടാബ്. ഒന്നുകിൽ 4 സ്പേസസ് അല്ലെങ്കിൽ ഒരു ടാബ് അടിക്കുക. ഇതിൽ ഏതെങ്കിലും ഒന്ന്, രണ്ടും കൂടി ചെയ്യരുത്. ഒന്നുകിൽ 4 സ്പേസസ് അല്ലെങ്കിൽ ടാബ്. നിങ്ങൾ ടാബ് ബട്ടൺ തന്നെയായിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, then Python will throw indentation error if the code is not properly indented. അപ്പോൾ കറക്റ്റ് ആയിട്ട് ആ ഒരു ഇൻഡന്റേഷൻ കൊടുത്തില്ലെങ്കിൽ നമുക്ക് ഇൻഡന്റേഷൻ എറർ എന്ന് പറയുന്ന എറർ ആയിരിക്കും വരുന്നത്. ഓക്കെ, സോ indentation defines which statements belong together. It makes Python code clean and readable. Consistency is the key. അപ്പോൾ ആ ഒരു നമ്പർ ഓർത്ത് വെക്കുക. 4 സ്പേസ് ആണ് കേട്ടോ. നിങ്ങൾ ടാബ് തന്നെ യൂസ് ചെയ്താൽ മതി. സ്റ്റിക്ക് ടു ദ സെയിം നമ്പർ ഓഫ് സ്പേസസ് ത്രൂ ഔട്ട് യുവർ കോഡ്. നമുക്കിത് എങ്ങനെയാണ് ഇൻഡന്റേഷൻ യൂസ് ചെയ്ത് കോഡ് ചെയ്യുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നിങ്ങളിപ്പോ ഞാൻ ഈ ടൈപ്പ് ചെയ്യുന്ന കോഡ് എന്താ, അതെന്തിനു വേണ്ടിയിട്ടുള്ളത്, അതൊന്നും ഇപ്പൊ നോക്കണ്ട. നമ്മളിപ്പോ ഇവിടെ ഇൻഡന്റേഷൻ എങ്ങനെയാണ് കൊടുക്കുന്നത്, എന്തിനാണ് ഇൻഡന്റേഷൻ യൂസ് ചെയ്യുന്നത്, അതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത് കേട്ടോ. അല്ലാണ്ട് ഈ കോഡിനെ പറ്റിയൊന്നും ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. അതൊക്കെ നമുക്ക് വഴിയെ നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു x=5 എന്ന് കൊടുക്കുവാണ്. ദെൻ ഓക്കെ, അപ്പോ ഇവിടെ x=5 എന്ന് കൊടുത്തു. ദെൻ ഇഫ് x ഗ്രേറ്റർ ദാൻ 5 കോളൻ ഇട്ടു. എന്നിട്ട് നെക്സ്റ്റ് ലൈനിൽ കണ്ടോ നമ്മൾ ചെറിയൊരു സ്പേസിങ് കൊടുത്തിട്ടുണ്ടല്ലേ. ഈ സ്പേസിങ് കഴിഞ്ഞിട്ട് അടുത്ത കോഡ് കൊടുത്തേക്കുന്നത്. ഈ സ്പേസിങ്ങിനെയാണ് ഇൻഡന്റേഷൻ എന്ന് പറയുന്നത്. അതായത് ഇതാണ് എൻ്റെ മെയിൻ കോഡ്. ഈ മെയിൻ കോഡിനകത്ത് വരുന്ന സബ് കോഡാണ് എന്ത്, ഈ കാണുന്ന ലൈൻ. ഓക്കെ, അപ്പോൾ അത് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പേസിങ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് മീനിങ് പറഞ്ഞുതരാം. എക്സ് എന്ന് പറയുന്ന ആ ഒരു വേരിയബിള് 5ൽ കൂടുതലാണെങ്കിൽ മാത്രം എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 5 എന്ന് പ്രിന്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതാണ് ഈ കോഡ് ചെയ്യുന്നത്. അപ്പൊ എന്താ ചെയ്യുക, ഈ എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 5 എന്ന് എപ്പോഴേ പ്രിന്റ് ചെയ്യാവൂ, എക്സ് 5നേക്കാൾ വലുതാണെങ്കിൽ മാത്രമേ പ്രിന്റ് ചെയ്യാവൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു കോഡ് ഇതിന് മാത്രമേ ബാധകമായിട്ടുള്ളൂ. ഓക്കെ, നമ്മൾ വേറൊരു ലൈനിൽ ഇത് എഴുതിയാൽ വർക്കാവും. ഞാൻ ഇവിടെ ജസ്റ്റ് അത് കോപ്പി പേസ്റ്റ് ചെയ്യുവാണ്. ഇവിടെ ഞാൻ റൺ ചെയ്താൽ കണ്ടോ ഇത് വർക്ക് ആവുന്നുണ്ട്. പക്ഷെ ഇവിടെ ഞാൻ റൺ ചെയ്താൽ വർക്ക് ആവില്ല. കാരണം എന്താ, എക്സിന്റെ വാല്യൂ 5 ആണ്, ഗ്രേറ്റർ ദാൻ 5 അല്ല. അപ്പൊ ഞാനത് ചേഞ്ച് ചെയ്ത് 6 കൊടുത്താൽ അത് വർക്കാവും. കണ്ടോ, അപ്പൊ
അപ്പോൾ എന്താണ് കണ്ടീഷൻ ഇവിടെ കറക്റ്റ് ആയി, ഈ മെയിൻ ലൈൻ ഓഫ് കോഡിനെ അത് അനുസരിക്കുന്നുണ്ട്. സോ എന്ത് ചെയ്യും, ഇത് പ്രിന്റ് ചെയ്ത് വരും. അപ്പൊ ഇതുപോലെ നമ്മുടെ മെയിൻ കോഡിനകത്ത് കുറച്ച് സബ് കോഡ് കൊടുക്കുമ്പോൾ നമ്മൾ ഇതുപോലെ സ്പേസിങ് കൊടുത്തിട്ടാണ് കൊടുക്കുന്നത്. എന്നാലേ അതിന് മനസ്സിലാവുള്ളൂ ഇത് സബ് കോഡ് ആണെന്ന്. അപ്പൊ ഞാനിപ്പോ ഈ സ്പേസിങ് ഇവിടെ നിന്ന് എടുത്ത് കളഞ്ഞിട്ട് റൺ ചെയ്താൽ കണ്ടോ, ഇൻഡന്റേഷൻ എറർ. ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞ എറർ. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തിനാണ് ഇൻഡന്റേഷൻ യൂസ് ചെയ്തത് എന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലോട്ട് പോകാം.